ഹലോ ഫ്രണ്ട്സ്, നമുക്കിത് സൂപ്പർ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കില്ല. അപ്പോൾ ഈ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ മേടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ സ്കിന്നുള്ള ചിക്കൻ കേട്ടോ. അപ്പോൾ ഈ സ്കിന്നുള്ള ചിക്കൻ മേടിക്കണമെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിന് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മറ്റേ ചിക്കൻ സാധാ ചിക്കൻ മേടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നിന്ന് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറുത്ത് മുറിക്കണ കവറില്ലേ, അത് വന്നിട്ട് നമ്മുടെ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ച ചിക്കനാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ 2 പാക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം 1 കിലോയുടെ പാക്കറ്റാണ് കേട്ടോ പറഞ്ഞത്. ഒരു പാക്കറ്റിന് 149 റുപ്യ വെച്ചിട്ടായിട്ടുണ്ട് കേട്ടോ. സ്കിന്നിൽ ഒരു തുവാല പോലും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ട് കേട്ടോ തരണം. പിന്നെ നമ്മൾ കഴിവെടുത്താൽ മതി. ഇത് വന്നിട്ട് ഫ്രൈഡ് ചിക്കൻ്റെ മസാലയാണ് കേട്ടോ. ഇതിപ്പോൾ ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് കിട്ടും കേട്ടോ. നമുക്ക് ഫ്രൈഡ് ചിക്കൻ്റെ മസാല കിട്ടും. പിന്നെ അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയ കാരണം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കോഴിമുട്ടയില്ലേ, അതും കൂടി പൊട്ടിച്ചിട്ട് 2 എടുത്തിട്ടുണ്ട്. കാരണം 1 കിലോൻ്റെ ചിക്കനാണല്ലോ, അത് കാരണം ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഈ മുട്ടയില്ലേ ഇങ്ങനെ അലുമ്പണ എനിക്ക് തീരെ ഇഷ്ടമുള്ളത് പരിപാടി കയ്യിലാവണത്. പിന്നെ എന്നാലും ഇങ്ങനെ അലുമ്പാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിക്കൻ കഴിക്കാൻ പറ്റുമോ? അത് കാരണം ഞാൻ ഈ കഷ്ടപ്പെട്ട് അതിൽ മസാലയൊക്കെ പുരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മസാല പിടിക്കുന്ന രീതിയിൽ തിരുമ്മിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാറ്റി വയ്ക്കണം. 2-3 മണിക്കൂർ മാറ്റി വെച്ചോ കേട്ടോ. അപ്പോൾ അതിൽ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മൈദമാവില്ലേ, ആ പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവർ പൊടിയും കൂടി കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട്. രണ്ടും നല്ല രീതിക്ക് മിക്സ് ആവണം, ഇതുവരെ തിരുമ്മി യോജിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ ആ മസാലയിൽ ഒന്നും കൂടി ഇത് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മൈദയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അതിൽ നന്നായിട്ട് പറ്റി പിടിക്കുന്ന രീതിയിലാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് ഈ ചിക്കിങ് തെറ്റിപ്പോയി നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കണത്. എപ്പോഴും വായിൽ ഫ്രൈഡ് ചിക്കൻ എന്ന് വരില്ലേ, ചിക്കിങ് KFC അങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ. പറഞ്ഞ് അപ്പോൾ ഇതേപോലെ അതിൽ എന്താണ് ആ മൈദയൊക്കെ പറ്റി പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി ഈ എന്താണ് പറയുക, ഈ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ മസാല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ളത് അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ അതേ മസാല തെറ്റിപ്പോൾ നമ്മൾ മൈദയൊക്കെ അതിൽ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട എണ്ണയെന്ന് പറയുന്നത് നമ്മൾ സൂര്യകാന്തിയുടെ സൺഫ്ലവർ ഓയില്ലേ, ആ സംഭവം തന്നെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇട്ടണം കേട്ടോ. ഞാൻ ഇട്ടപ്പോഴത്തേക്കും എണ്ണ ചൂടായിട്ടുണ്ടായില്ലേ, സംഭവം ഫ്ലോപ്പായി പോയിട്ടാ. എന്നിട്ട് സംഭവം സെറ്റായിട്ട് തന്നെ സാധനം കിട്ടിയത്, എണ്ണ ചൂടായില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് മാത്രം നിങ്ങൾ ഇടണം കേട്ടോ. അതേ സംഭവം കണ്ടത് നമ്മൾ കറക്റ്റായിട്ട് കടയിൽ നിന്ന് മേടിക്കും പോലെ ആയില്ലേ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സാധാരണ കടയിൽ നിന്ന് മേടിക്കണേക്കാട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഈ കുട്ടാപ്പിക്ക് കൊടുക്കണുണ്ട്, അവന് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി കടയിൽ നിന്ന് നിങ്ങൾ ഈ ഫ്രൈഡ് ചിക്കൻ മേടിക്കണേനെക്കാട്ടിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.